നമസ്കാരം. ഇദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സുപരിചിതനാണ്, സോഷ്യൽ മീഡിയയിലെ താരമാണ്. മുഹമ്മദ് നിഹാദ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. കണ്ണൂർ സ്വദേശിയാണ് അദ്ദേഹം. ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി, ഒരുപാട് കേസുകളൊക്കെ ഇദ്ദേഹത്തിന്റെ പേരിലുണ്ടായിരുന്നു. എല്ലാവരും ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് തൊപ്പി എന്നാണ്, ആ പേരിലാണ്. തൊപ്പി എന്ന് പറഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ, ഇദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് പറഞ്ഞാൽ അധികം പേർക്ക് അറിയത്തില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലങ്ങ് തട്ടി. കാരണം ഇദ്ദേഹം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിലൊരു നന്മയുണ്ട്. ആ നന്മ നമ്മൾ കാണാതെ പോകരുത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോവാം. ഓക്കെ ഗൈസ്, ഇത് സാധാരണ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഗിവ് അവേന്റെ പൈസ അല്ല. ഇത് എന്ന് വെച്ചൊരു കാര്യമുണ്ട്. നമ്മൾ 2 ദിവസം മുന്നേ ഒരു ഗിവ് അവേ കൊടുത്തിരുന്നു. അപ്പം അതിന്റെ താഴെ കമന്റിൽ വന്നിട്ട് ഒരു ഇത്ത വന്നിട്ട്, മോനെ പൈസ എനിക്ക് തരുമോ, ഒരു സർജറി ചെയ്യാൻ, എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞൊരു കമന്റ് ഇട്ടു. അപ്പൊ അത് കണ്ടപ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യമാണ്, ആ ഗിവ് അവേ എങ്ങനെയെങ്കിലും ആ ഇത്താക്ക് കിട്ടണേന്ന് ഞാൻ കുറെ ആഗ്രഹിച്ചതാണ്. പക്ഷെ അത് നടന്നില്ല. 2 ദിവസം മുന്നേ നമ്മള് ഗിവ് അവേന്റെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്ത് വിന്നേഴ്സിന് പൈസ കൊടുത്തു. കാരണം വെച്ചാൽ നമുക്ക് ഗിവ് അവേന്റെ റൂൾസ് ഒന്നും തെറ്റിക്കാൻ പറ്റില്ല. റാൻഡം ആയിട്ട് കമന്റ് പിക്കറുമായി ആരാണോ സെലക്ട് ആവുന്നത് അവർക്ക് മാത്രമേ നമുക്ക് പൈസ കൊടുക്കാൻ പറ്റൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ഇപ്പം അങ്കമാലിയിലുള്ള MAGJ ഹോസ്പിറ്റലിലുണ്ട്. അപ്പൊ സർപ്രൈസ് ആയിട്ട് അവിടെ പോയിട്ട് ഇത്താന്റെ പ്രശ്നങ്ങളൊക്കെ തീർത്തു കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോവാ. അധികം നേരെ ഇരുന്ന് സംസാരിച്ചു. അപ്പം ഹൈത്താന്റെ ഭർത്താവ് ഒരു 5-6 വർഷം മുന്നേ മരിച്ചതാ. അപ്പം ആരോരും ഇല്ലാത്ത. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ, ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു മടിയും കൂടാണ്ട് മെസ്സേജ് അയച്ചോ. വെറുതെ കമന്റ് ഒന്നും ഇടാൻ നിൽക്കണ്ട, നേരെ മെസ്സേജ് അയച്ചോ. എന്നെ കൊണ്ട് പറ്റുന്നൊക്കെ ഞാൻ ചെയ്തു തരും. കാരണം പ്രത്യേകിച്ച് ഇപ്പം ലൈവും കാര്യങ്ങളൊന്നും ഇല്ല, മൊത്തം ബ്രേക്ക് എടുത്തിട്ടുള്ള കുറച്ച് സിനിമയും കാര്യങ്ങളെല്ലാം ആയിട്ട് അതിന്റെ പിന്നാലെ കുറച്ചധികം സമയമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഇതുണ്ടെങ്കിൽ മെസ്സേജ് അയക്കോ. അപ്പൊ ബൈ ഗൈസ്. അപ്പോൾ കണ്ടല്ലോ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മളെ സമൂഹം എത്രയൊക്കെ കൊള്ളരാത്തവനാണെന്നും അല്ലെങ്കിൽ എന്തൊക്കെ മോശക്കാരനാണെന്നും ഒക്കെ പറയുന്നവരുടെ ഉള്ളിലും ചില സമയത്തൊക്കെ ഒരുപാട് നന്മകളുണ്ട്. ആ നന്മകളെ നമ്മൾ തിരിച്ചറിയുകയും ചെയ്യണം, അവരെ അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. കാരണം നിങ്ങൾക്കറിയാം, ഗെയിം സ്ട്രീമിംഗ് ആണ് അദ്ദേഹത്തിന്റെ ജോലി. അപ്പം അതിലൂടെ ലക്ഷങ്ങളാണ് അദ്ദേഹം സമ്പാദിക്കുന്നത്. അപ്പം അദ്ദേഹം കിട്ടുന്ന പൈസ കുറെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നുണ്ട്. അപ്പം അത് നമ്മൾ കാണാതെ പോകരുത് ഒരിക്കലും.